ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷൊർണൂർ പോവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞങ്ങളുടെ വർക്ക് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ട്രെയിൻ കയറി. സോ ഞാനും വിശാഖും ജിഷ്ണുമാണ് പോകുന്നത്. അതും ജിഷ്ണുവിൻ്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷൊർണൂർ എത്തി. നമ്മൾ എത്തിയപ്പോൾ ഉച്ചയായിരുന്നു കേട്ടോ. സോ നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. ആൻഡ് ഈ ഒരു ചെറിയ കടയിലാട്ടോ നമ്മൾ ഊണാണ് കഴിച്ചത്. ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ജിഷ്ണുവിൻ്റെ വീട്ടിൽ പോയി. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നും എടുത്തില്ല, ബിക്കോസ് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണല്ലോ ട്രെയിൻ കയറി. അതിൻ്റെ ഒട്ടും ഇറങ്ങില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നൈറ്റ് ആണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്, ചുമ്മാ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ കരുതി. പിന്നെ നമ്മളൊരു കരിക്കിന്റെ കടയൊക്കെ കണ്ടു. അപ്പോൾ നമ്മളൊരു ടെൻറ്റ് കോക്കനട്ട് ഷേക്ക് ഒക്കെ കുടിക്കാൻ കയറി. അവിടെ നമ്മൾ പോയത് ഈ ഒരു അമ്പലത്തിന്റെ സൈഡിലുള്ള ഈ ഒരു അമ്പലക്കുളത്തിലേക്കാണ്. ഇത് ഏതാണ് ക്ഷേത്രം എന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, പക്ഷെ കലാമണ്ഡലത്തിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് പേര് ഓർമ്മ കിട്ടുന്നില്ല. നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നല്ല കിഡിലൻ ഊണ് ഉണ്ടാക്കിയിരുന്നു ജിഷ്ണുവിന്റെ അമ്മ. ആൻഡ് ഇറ്റ് വാസ് വെരി ടേസ്റ്റി. പക്ഷേ ഞാനും വിശാഖും കൊണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങി. ഇത് ജിഷ്ണുവിന്റെ വീടിന്റെ തൊട്ടടുത്താണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മളുടെ ആറാം തമ്പുരാനൊക്കെ ഷൂട്ട് ചെയ്ത ഒരു അമ്പലമാണ് മിത്രാനന്തപുരം ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തന്നെ ഭയങ്കര മനോഹരമാണ്. പിന്നെ അമ്പലത്തിന്റെ ആംബിയൻസ് ഭയങ്കര സൈലന്റ് ആണ്, ഭയങ്കര പീസ്ഫുൾ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ. ആൻഡ് ഞങ്ങൾ ഒരുപാട് മയിലിനെയൊക്കെ കണ്ടിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു. എനിവേസ് നമ്മൾ അവിടുന്ന് നേരെ പോയത് നിതിനെ പിക്ക് ചെയ്യാനായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. ഈ ഇരിക്കുന്ന ആളെ. കാരണം ആൾക്ക് ഇന്നലെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രാവിലത്തെ ട്രെയിനിൽ ആൾ ഷൊർണൂർക്ക് വന്നിട്ടോ. പിന്നെ ഞങ്ങൾ ഇന്നലെ വന്ന സെയിം കടയിൽ തന്നെയാട്ടോ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്. ഞാൻ പറഞ്ഞത് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. പക്ഷേ ഞങ്ങൾ ആദ്യം അമ്പലത്തിൽ പോയപ്പോൾ എനിക്കൊട്ടും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. ഒന്നും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടോ ഞാനും വിശാഖും. ആൻഡ് വിശാഖാണ് കേട്ടോ എനിക്ക് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. താങ്ക്ഫുൾ ടു ഹിം ഫോർ ദാറ്റ്. അതും ഈ പൊരിഞ്ഞ വെയിലത്താണ് കേട്ടോ എനിക്ക് എടുത്തു തന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ലഞ്ച് കഴിച്ചു. ഹിയർ കംസ് ദ മെയിൻ പാർട്ട്. ഞങ്ങൾ മെയിൻലി ഷൊർണൂർ വന്നത് ഞങ്ങൾക്ക് സൺഡേ കോയമ്പത്തൂർ പോകാനാണ്. ആൻഡ് കോയമ്പത്തൂർ നമ്മൾ പോകുന്നത് ഇഷായുഗ സെന്ററിലാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് 3 മണിക്ക് ഇറങ്ങി. ബിക്കോസ് മെയിൻലി അവിടുത്തെ ലൈറ്റ് ഷോ കാണണമായിരുന്നു. അത് 7:30 ആയിരുന്നു കേട്ടോ ഈവനിങ്. ആദിയോഗി കാണാൻ പോവായതുകൊണ്ട് കുറച്ച് ഭക്തിയൊക്കെ ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഫൈനലി ഹിയർ വി ആർ. നമ്മൾ ഇഷായുഗ സെന്റർ എത്തി. ഞങ്ങൾ ആക്ച്വലി ഓൺ ടൈമിലാണ് എത്തിയത്. എന്നാലും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ബ്ലോക്ക്. നമുക്ക് ലൈറ്റ് ഷോ മിസ്സായില്ല കേട്ടോ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. Years ago, a being appeared in the upper regions of Himalayas. No one knew who he was. Some moment, he danced wildly. Experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed Yogi, as he was the first one, the Adi Yogi. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe. So yeah, that's that, and it was amazing. So actually ഇതൊരു 15 to 20 minutes നീളുന്ന ഒരു ലേസർ പ്രൊജക്ഷൻ ഷോ ആണ്, which tells the story of ആദിയോഗി and the Saptarishis, and it's narrated by സദ്ഗുരു. അങ്ങനെ കുറേ ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് തിരിച്ചു തന്നെ ഒരു സ്റ്റാർ ബിരിയാണി എന്ന് പറയുന്ന ഒരു കടയിൽ കയറി. എടുത്ത് പറയണല്ലോ അവിടുത്തെ ബിരിയാണി കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി. യെസ്, ദിസ് ഇസ് എ മൺഡേ ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ടു ട്രിവാൻഡ്രം. കാരണം നമുക്ക് എല്ലാവർക്കും ഈവനിങ് ഷിഫ്റ്റിന് കയറാനുള്ളതാണ്. So yeah, that was a happy fun weekend and hope you like this vlog. Appo see you on my next vlog. Until then, bye bye.